ഹായ് നമസ്കാരം. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നമുക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാവേ. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നലെ ഞാൻ ഇട്ട വീഡിയോയുടെ കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞില്ലായിരുന്നോ? ശൈത്യ മാരാരെ ഇങ്ങനെ വെല്ലുവിളിച്ചാൽ മാരാര് ഇതിൻ്റെ അപ്പുറം പറഞ്ഞുകൊണ്ട് വരുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. മാരാര് ശരിക്കും പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. ശൈത്യ ഒരു മാക്രി കരയത്തില്ലെന്ന് പറഞ്ഞു. മാരാര് ശരിക്കും അങ്ങ് തവളക്കഥയായിട്ടൊക്കെ വന്നു കേട്ടോ. ശരിക്കും ഒരു നല്ലൊരു കേട്ടിരിക്കാൻ രസമുണ്ട് കേട്ടോ. കഥ മാതിരി കഥ പറഞ്ഞ് ശൈത്യക്ക് കൊടുക്കാനുള്ളത് മൊത്തം കൊടുത്തു. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകരുത്. അതുപോലെ തന്നെ ലൈക്ക് കമൻറ്റ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായി ഷെയർ കൂടെ ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുന്നപ്പം തന്നെ നമ്മുടെ ഹൈപ്പും കൂടെ അടിച്ചെന്ന് പോയിന്റ് കൂടെ ചെയ്തേക്കണേ. അപ്പം ഇന്ന് വന്നേക്കുന്നത് ശൈത്യ പറഞ്ഞതിനുള്ള മറുപടി അഖിൽമാരാർ കൊടുത്താണ്. എന്തേ വൈകുന്നേന്ന് ഞാൻ ആലോചിച്ചായിരുന്നു കേട്ടോ. മാരാർ സാധാരണ എന്നിൽ കൊണ്ടേക്ക് പെട്ടെന്ന് മാരാർ ഇത് മൈൻഡ് ചെയ്യാതെ പോയതാണ്. പക്ഷേ കുറേ പേര് ഇങ്ങനെയൊക്കെ പറഞ്ഞ് മാരാർക്ക് ഇത് അയച്ചു കൊടുക്കുന്നു പറഞ്ഞ് അങ്ങനെ അയച്ചാണ് വന്നത്. ഇത്രയും തന്നെ വൈകുന്നേന്ന് ഞാൻ ശരിക്കും ഇങ്ങനെ ആലോചിച്ചത്. മാരാരോട് കളിക്കാൻ ചെന്നാൽ ഒരു രക്ഷയില്ല ശൈത്യ. കാര്യം എന്നാന്ന് ചോദിച്ചാൽ എന്നാ വക്കീലാന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. മാരാർ തന്നെയാണ് മാരാരുടെ വക്കീലും ജഡ്ജി എല്ലാം. കാര്യം പുള്ളി പറയുന്ന കാര്യങ്ങൾ ഇതിലിപ്പം ശൈത്യ പേരെടുത്താണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ശൈത്യയുടെ പേര് പറഞ്ഞിട്ടില്ല. പക്ഷേ കേൾക്കുന്ന ഏത് പൊട്ടനും മനസ്സിലാകും ഇത് ശൈത്യ തന്നെയാണ് പറയുന്നത് എന്നുള്ളത്. അത്രയ്ക്ക് പേര് പറഞ്ഞിട്ടില്ലെങ്കിലും നല്ല വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നാണെങ്കിലും ഉണ്ടല്ലോ, ഒരു കോമഡി പടം കാണുന്ന ഫീലോട് കൂടി ഇരുന്ന് മാരാരുടെ റിപ്ലൈ നമുക്ക് കാണാൻ പറ്റുമെന്ന്. അപ്പോൾ അതിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ ഇതിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മാരാർ എന്നതാ പറയുന്നതെന്ന് ഒന്ന് കാണാം. കുറച്ചുപേര് ആള് മാറിയിട്ടാണോന്ന് അറിയത്തില്ല. എനിക്ക് 2 ദിവസമായിട്ട് ഉണ്ട കണ്ണും തള്ളിപ്പിടിച്ച് ഒരു പെൺകുട്ടിയും മാരാരെ പറ്റി പറയുന്ന ഒരു വീഡിയോ എനിക്കിങ്ങനെ അയച്ചു തന്നിട്ട് മറുപടി കൊടുക്കും മാരാരെ എന്ന് പറഞ്ഞിട്ട് 1000 മെസ്സേജുകളെങ്കിലും അല്ല എനിക്ക് 2 ദിവസമായി വന്നിട്ടുള്ളത്. അതറിഞ്ഞേ മാരാർക്ക് കുറച്ച് പേർ അയച്ചു കൊടുത്തു. ഉണ്ടക്കണ്ണൻ തള്ളിപ്പിടിച്ച്. അത് കേൾക്കുമ്പോഴേ നമുക്കറിയാം ആരെയാണ് ഉദ്ദേശിക്കുന്നതല്ല. പക്ഷെ മാരാര ഉണ്ടക്കണ്ണിനെ കളിയാക്കി പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. മാരാറിൻ്റെ പഴയ ലവറിൻ്റെ കണ്ണ് ഉണ്ടക്കണ്ണാണ്. ആ കണ്ണ് കണ്ടാണ് ഇഷ്ടപ്പെട്ടതെന്ന് മാരാർ പറയുന്നുണ്ട്. അതൊരു കുറ്റമായിട്ട് പറയുന്നില്ല. നല്ല കണ്ണാണ്, എനിക്കും ഇഷ്ടമാണ് ശൈത്യയുടെ കണ്ണ്. നല്ല വിടർന്ന കണ്ണാണ്. പക്ഷേ കണ്ണ് വിടർന്ന് എന്നിട്ട് കാര്യമില്ലല്ലോ. വായിന്ന് വരുന്ന വർത്തമാനങ്ങളും സ്വഭാവം നല്ലതായിരിക്കണ്ടേ. സ്വഭാവം നല്ലതായിരിക്കണം വെച്ചാൽ കുശുമ്പ്. അതാണ് ശൈത്യയുടെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്കറിയാമല്ലോ ശൈത്യ ഒരു വക്കീലാണ്. ഈ വക്കീലായ ശൈത്യ കോടതി കേസ് വാദിച്ച് തോറ്റങ്ങാനും പോകാനുള്ള അവസ്ഥയൊന്ന് ഓർത്ത് നോക്കി. ആ ജഡ്ജിക്ക് പിന്നെ പുറത്തിറങ്ങണോ? പുള്ളിക്കാരി അവിടെ ഇട്ട് ഇല്ലാത്ത വിഷയങ്ങളുണ്ടാക്കും. കുറച്ചൊക്കെ വേണം. നമ്മൾ ബിഗ് ബോസ് തുടങ്ങി അതിൽ വന്നു. നമ്മുടെ കുറവുകൊണ്ടും നമ്മുടെ പ്രശ്നങ്ങൾ കൊണ്ടും നമ്മൾ പുറത്തു പോയി. അതിന് മറ്റുള്ളവരോട് വൈരാഗ്യവും മറ്റുള്ളവരോട് ദേഷ്യവും ഒക്കെ വെക്കേണ്ട കാര്യമുണ്ടോ? ഈ കട്ടപ്പ എന്നുള്ളൊരു വാക്ക് കൊണ്ടുവന്നത് ഈ ചാനലുകാരോ അല്ലെങ്കിൽ ഈ അനുവോ ആരുമല്ല കൊണ്ടുവന്നത്. ബിഗ് ബോസിലെ ചാനൽ തന്നെയാണ് കൊണ്ടുവന്നത്. അവരുടെ യൂട്യൂബ് ചാനലാണ് ഈ കട്ടപ്പ എന്നുള്ള പേര് കൊണ്ടുവന്നത്. അത് പിന്നെ ബാക്കിയുള്ളവർ ഏറ്റുപിടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ആരും കട്ടപ്പ എന്നുള്ള പേര് ശൈത്യക്ക് ഇട്ടതല്ലായിരുന്നു. പുറകിൽ നിന്ന് കുത്തുന്നു എന്നുള്ളത് പറഞ്ഞായിരുന്നു എല്ലാവരും. കാര്യം കൂടെ നടന്നു വെച്ച് മാറി നിന്ന് പുറകിൽ നിന്ന് കുത്തുക. നമ്മുടെ ഒരു സുഹൃത്തെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ആണായാലും പെണ്ണായിക്കോട്ടെ, നമ്മളോട് ഒരു കാര്യം പറഞ്ഞാൽ അത് നമ്മുടെ ശൈത്യയുടെ കാര്യം ഇതൊക്കെ പറഞ്ഞില്ലേ എന്ന്, അത് ഞാൻ പുറത്ത് പറഞ്ഞില്ലല്ലോ എന്നാണ് പറഞ്ഞപ്പം ശൈത്യ പറഞ്ഞു വായിലെ പല്ലടിച്ച് കളയുമെന്നാണ്. ഈ അടിക്കുക എന്നുള്ള കാര്യം ഒരാൾക്ക് മാത്രം പറ്റുന്ന കാര്യമാണ്. അല്ല, വായിലെ പല്ലടിച്ച് കളയെന്നൊക്കെ പറയുന്ന കേട്ടതൊന്നും പുള്ളിക്കാരി ഭയങ്കര ഗുണ്ടയായിരുന്നു എന്നുള്ളത്. ഭയങ്കര ഓവർ റിയാക്ഷനാണ് കിടന്ന് കാണിക്കുന്നത്. അത് ബിഗ് ബോസിലായതുകൊണ്ടല്ലേ പറഞ്ഞേ. അവിടെ അങ്ങനെ പറഞ്ഞാൽ തിരിച്ച് തല്ല് കിട്ടത്തുമില്ല, അടി നടക്കത്തുമില്ലെന്നറിയാം. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത്. എന്നാലും നമുക്ക് മാരാര് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേൾക്കാം. എല്ലാവരെയും കയറി തോണ്ടുന്ന പോലെ അവിടെയും കയറി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൊറിഞ്ഞു നോക്കി. പുള്ളി അങ്ങ് മാന്തി അങ്ങ് വിട്ടു. ബാക്കി നമുക്ക് അടുത്തൊരു കാര്യം കൂടെ കേൾക്കാം ശൈത്യയെ പറ്റി പറയുന്നത്. വന്നിട്ട് പഴുത്ത് വലുതാവും, അത് പൊട്ടും. അപ്പോൾ അത് പൊട്ടി കഴിയുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് അനുഭവിക്കുന്ന ഒരു വല്ലാത്ത വേദനയുണ്ട്. അപ്പോൾ ഈ കുരു പൊട്ടും എന്നൊക്കെ നമ്മളതിനെ പറയും. അപ്പോൾ അത് കാരണങ്ങൾ പലതാണ്. അപ്പം കൊളസ്ട്രോളിലേക്ക് ആകാൻ കാരണം. അപ്പം എന്തായാലും കുരു ഇങ്ങനെ പഴുത്ത് പൊട്ടിച്ച് കഴിയുമ്പോൾ ഒരു ആശ്വാസമുണ്ട്. സത്യമുണ്ട്. അവസാനം ഞാൻ തന്നെ സർജിക്കൽ എടുത്ത് കയറി പൊട്ടിച്ചു വിടും. ആദ്യമേ ഞാൻ ഹോസ്പിറ്റലിൽ പോയി കയറി കളയാറും. പിന്നെ വരുന്ന സമയത്ത് ഞാൻ സർജിക്കൽ എടുത്ത് ഞാൻ കയറും. അപ്പോൾ ഈ കുരു അങ്ങനെ പഴുത്ത് പൊട്ടി പോകുമ്പോൾ ഒരു ആശ്വാസമാണ്. അപ്പോൾ അങ്ങനെ ഈ ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് അങ്ങനെ ഒരു ആശ്വാസം ചിലപ്പോൾ അതിന് കിട്ടിക്കാണും. കാര്യം നമുക്കറിയാം പൈസ എന്ന് പറയുന്നത് ചെറിയ പൈസയൊന്നും അല്ലല്ലോ. 1.5 ലക്ഷം രൂപ കുരു പൊട്ടിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിഷമം വരും. 1.5 ലക്ഷം രൂപ കുരു പൊട്ടിക്കാൻ വേണ്ടി കൊടുത്തപ്പോൾ ആഴ്ച പുറത്താക്കി വിട്ടു. അപ്പോൾ അതിൻ്റെ ഒരു വിഷമമൊക്കെ സ്വാഭാവികമായിട്ടും വരും. പക്ഷേ ഈ തവളകളുടെ ഒരു പ്രത്യേകതയാണ്, ഈ തവളകളെയും തിരിച്ചറിയാൻ പറ്റത്തില്ല, അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരെയും തിരിച്ചറിയാൻ പറ്റത്തില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ ഓപ്പോസിറ്റ് ലോറിയൊക്കെ വരുന്ന സമയത്ത് ഈ റോഡിൽ ഇങ്ങനെ ഈ തവള ഒന്നാമത് പോയി നോക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പെരുപ്പിച്ച് വയറൊക്കെ അങ്ങോട്ട് പെരുപ്പിച്ച് റോഡിൽ ഇപ്പം കൊണ്ട് നിൽക്കും. നമ്മൾ ലോറി നോക്കി പറയും, നീ എങ്കിലും ഒന്ന് പോയി നോക്കുന്നു. ശരിയാണ്, കുരു പൊട്ടുക എന്ന് പറയും. പണ്ടുള്ളവരൊക്കെ പറഞ്ഞാൽ കുരു പൊട്ടുക. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം വന്ന് നമ്മൾ അതിനെ ഭയങ്കരമായിട്ട് നമുക്കങ്ങ്
അതിലേക്ക് കുശുമ്പ് മൂത്ത് വരുന്നതിന് പറയുന്നത് കുരു പൊട്ടി എന്ന് പറയും. നമ്മൾ അത് പറയുന്നത് തന്നെയാണ് കുരു പൊട്ടുക എന്നത്. അത് തന്നെയാണ് അഖിൽമാരാരും പറഞ്ഞത്. പരുവ് വരിക, അത് കീറുക, അത് കീറി കഴിയുമ്പോൾ ഒരു ആശ്വാസം എന്ന് പറഞ്ഞാൽ ഇത്രയും ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ പുള്ളിക്കാരിക്ക് കുറച്ച് ആശ്വാസം കിട്ടിക്കാണും. പിന്നെ ഈ പറയുന്നത് തന്നെ തവളകൾ ഈ ലോറി വരുമ്പോഴത്തേക്ക് മസിൽ പിടിച്ച് നിൽക്കാറുണ്ട്. വാടാ ഇങ്ങോട്ടെന്നാൽ ഞാൻ നിന്നെ ഇപ്പം തടഞ്ഞു നിർത്താമെന്ന് പറയും എന്ന് പറഞ്ഞ മാതിരിയാണ് ഇവരോടൊക്കെ കളിക്കാൻ ചെല്ലുന്നത്. വെറുതെ അവരോടൊക്കെ ചെന്ന് പറഞ്ഞ് നിങ്ങളോടൊപ്പം ഞാൻ നിൽക്കുമ്പോൾ ഒരിക്കലും പറ്റത്തില്ലെന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് ജയിക്കാൻ പറ്റും ഇല്ലേ? നമ്മുടെ ഭാഗത്ത്, അല്ലാതെ ശൈത്യ ഒരു പെണ്ണായതുകൊണ്ടും അഖിൽമാരാണായതുകൊണ്ടല്ലേ ഞാൻ പറയുന്നത്. നമ്മുടെ ഭാഗത്ത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കറക്റ്റാണെങ്കിൽ നമുക്ക് ആരുടെ അടുത്തത് പറഞ്ഞ് നിൽക്കാൻ പറ്റും. അതേസമയം നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കാതെ ചുമ്മാ കിടന്ന് ബഹളം വെക്കാന്നേ ഉള്ളൂ. അവിടെ തോറ്റു പോത്തേ ഉള്ളൂ. നമ്മൾ സൈലൻ്റായിട്ട് ഇരിക്കുക. ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ അങ്ങ് മാറും. ഞാൻ ചോദിക്കട്ടെ, രേണുസുതി ആയിരുന്നു ഒരിടയ്ക്ക് യൂട്യൂബിൽ തിളങ്ങി നിന്ന്. രേണുസുതിയുടെ കുറ്റങ്ങളും പ്രശ്നങ്ങളും മൊത്തമായിരുന്നു. ഇപ്പോൾ രേണുസുതിയുടെ കാര്യം ആരെങ്കിലും അനങ്ങുന്നുണ്ടോ? ഈ ഒരു ബിഗ് ബോസ് കഴിഞ്ഞോടുകൂടി ഇതിനകത്ത് മറ്റുള്ളവരുടെ പ്രശ്നങ്ങളാണ് വരുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ഇത് കുറച്ച് ദിവസം നമ്മൾ അനങ്ങാൻ നിന്ന് കഴിയുമ്പം ഇത് പോകും. ഇത് വീണ്ടും വീണ്ടും നമ്മളിത് പ്രശ്നം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് വീണ്ടും വീണ്ടും കൂടിക്കൂടി വരുന്നത്. എനിക്കിത് ശൈത്യ വിന്നാകാത്തതൊന്നും തോന്നില്ല പ്രശ്നം. അനുവിനല്ലാതെ ആ ട്രോഫി വേറെ ആർക്ക് കിട്ടിയായിരുന്നെങ്കിലും ശൈത്യയ്ക്ക് സന്തോഷമാകുമായിരുന്നു. അനുവിന് കിട്ടി, അതാണ് ശൈത്യയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം. അല്ലാതെ ശൈത്യയ്ക്ക് ട്രോഫി കിട്ടാത്തതൊന്നുമല്ല പ്രശ്നം കേട്ടോ. അനുവിനത് കിട്ടി. അനുവിനെ സപ്പോർട്ട് ചെയ്യുന്നവരെയാണ് ശൈത്യ പ്രശ്നം ഉണ്ടാക്കുന്നത്. അഖിൽമാരാരെയും കിടന്ന് ഓരോന്നെല്ലാം പറയുന്നത് അനുവിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേങ്കിൽ ശൈത്യ ഇനി ഈ ബഹളം വെച്ച് ഈ ഇതിനകത്തൂടെ എല്ലാം വന്നിങ്ങനെ ഓരോന്നും പറയുന്ന സമയത്ത് ആ എപ്പിസോഡുകളെല്ലാം ഒന്ന് ഓടിച്ചാണേലൊന്ന് കണ്ടു നോക്കുക. ചാനലിനകത്തൂടെ വന്നതും അല്ലാതെ ലൈവായിട്ടുള്ളതും ഒക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നീ മനസ്സിലാകും പുറത്തുള്ളവർ എന്തുകൊണ്ട് പ്രതികരിച്ചു, എന്തുകൊണ്ട് അനുവിന് ട്രോഫി കിട്ടി എന്നുള്ളത് മനസ്സിലാകും. അല്ലാതെ വീണ്ടും 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 വന്ന് ഇതിങ്ങനെ പറഞ്ഞ് സ്വയം നാറാവുന്നതേ ഉള്ളൂ. സ്വയം ഇപ്പോൾ സത്യം പറയാം, നല്ലപോലെ ട്രോൾ ഇറങ്ങിയിട്ടുണ്ട് ഈ അനുവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ശൈത്യ ഓരോന്ന് പറയുന്നതും ശൈത്യ അഖിൽമാരാരെ പറയുന്നതും അഖിൽമാരാരെ തിരിച്ചു കൊടുത്തു കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാത്തിനാണ് ഇങ്ങനെ നാണങ്ങളെ? ഒന്നുമല്ല, ഒരു വക്കീലല്ലേ. നമുക്ക് അഖിൽമാരാർ പറയുന്ന വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ഒന്ന് കേൾക്കാം. ആനയെ പോലെ നോട്ടമുണ്ട്. ആനയായത് അവരുടെ മുന്നിൽ എന്നുള്ള രീതിയിലാണല്ലോ ഇവരുടെ ഒരു ഭാവം അങ്ങനെയാണല്ലോ. അങ്ങനെ തവളകളെല്ലാം കൂടെ പാനത്തേറി അന്നേക്ക് തവളയ്ക്ക് എന്ത് വേണ്ട ഇനി വിളിക്കാനുള്ള ആൾക്കാരെ മൊത്തവും ഈ തവളകളെല്ലാം കൂടെ വിളിച്ചു. ഈ ആനയ്ക്ക് അവസാനം ഭ്രാന്തെടുത്തിട്ട് ഞാൻ എഴുതി കുളത്തി ചാടിയപ്പോൾ ഈ തവളകളെല്ലാം കൂടെ തെറിച്ചിട്ട് കൂടെ പോയി. ഇതിൽ ഏതോ ഒരു ഇവരെ കൂട്ടത്തിലുള്ള നേതാവ് ഇവ തെറിച്ചിട്ട് ഞാനയുടെ തലയിൽ വന്നിരിപ്പോൾ ആനയുടെ മസ്തകത്തിൽ വന്നിരിക്കുന്നത്. ഞാനയുടെ മസ്തകത്തിൽ ഇരുന്ന തവളയെ നോക്കിയിട്ട് താഴെ കിടന്ന തവളയുടെ കൂട്ടുകാരെ പിടിച്ചു പറഞ്ഞു, ചവിട്ടി താഴെ നായിൻ്റെ മോനെ പാതാളത്തിലേക്കുന്നു. അപ്പോൾ ഇതാണ് ഇവരുടെ ഒരു മനോഭാവം. ഇതിൽ തവളയായിട്ട് ശൈത്യനെ തന്നെയാണ് പറയുന്നത്. കുറേ തവളകളായിട്ട് ഉദ്ദേശിക്കുന്നത് എനിക്ക് ഒന്ന് ബെന്നിയാന്ന് തോന്നുന്നു, ഒന്ന് നമ്മുടെ റെന ഫാത്തിമയാന്ന് തോന്നുന്നു. റെനയാണേലും ഭയങ്കര ഇതായിട്ട് ഈ ശൈത്യന് ഇത്രയും സ്ക്രൂ കയറ്റുന്നുണ്ട്. ഇവർ രണ്ടുപേരും ഒക്കെ നിന്ന് ഇങ്ങനെ ഇവരൊക്കെയാണ് ഇപ്പോൾ വന്ന് ഇതിനകത്ത് കിടന്ന് ഇങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ വേറെ ആരൊക്കെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ പറയുന്നതിന് ശൈത്യനെ ശരിക്കും ഇതാകുന്നുണ്ട്. അതാണ് പറഞ്ഞത്, ശക്തിയാണ് ആനയുടെ പുറത്തിരിക്കുന്നത്. ആനയാരാണ്? അഖിൽമാരാര്. ഇതൊരു കഥയായിട്ടാണ് പറയുന്നത്. പക്ഷെ നമുക്ക് കേൾക്കുന്ന മനുഷ്യർക്ക് മനസ്സിലാകും ഇതെൻ്റെതാണ് അഖിൽമാരാർ വ്യക്തമാക്കുന്നതെന്നുള്ളത്. സത്യം പറഞ്ഞാൽ നമുക്കിതൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഈ കഥ ഇങ്ങനെ കേൾക്കുമ്പോണ്ടല്ലോ ശൈത്യനെയും അഖിൽമാരെയും ഒക്കെ നമ്മളിങ്ങനെ ഓരോരോ ഇതായിട്ട് ചിന്തിക്കുമ്പോഴത്തേക്ക് നമുക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ടും ചിരി വരും കേട്ടോ. നല്ലൊരു കോമഡി പടം കാണുന്ന പോലെയാണ് നമുക്ക് അഖിൽമാരുടെ ഈ റിപ്ലൈ കേട്ടാൽ. ഈ ശൈത്യയ്ക്ക് കൊടുത്തേക്കുന്ന ഒരു മറുപടിയാണ്, പക്ഷേ ഒരിടത്ത് ശൈത്യയുടെ പേര് പറഞ്ഞിട്ടില്ല. പക്ഷേ നല്ല വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. ശരിയാണ്, തവള ചവിട്ടി ആന പോവോ? ഒരിക്കലുമില്ല. അതുതന്നെയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അഖിൽമാരെ ശക്തി ചവിട്ടി താക്കാൻ നോക്കേണ്ട, അഖിൽമാരെ താഴ്ന്നു പോവുകയല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആരും നീ ചവിട്ടിത്താക്ക് എന്നൊക്കെ പറഞ്ഞ് കൊടുത്താലും അഖിൽമാർ ഇരിക്കുന്ന തട്ട് അതൊരിക്കലും ഇതാകുകയില്ല. അത് ശൈത്യ പറഞ്ഞാലേ ഒരു മാക്രി എന്നുള്ള ഒരൊറ്റ വാക്കല്ലേ ശൈത്യ ഇതിനകത്ത് ഇതാക്കി പറഞ്ഞു. ആ ഒരു മാക്രിയെ പിടിച്ചാണ് അഖിൽമാരെ ഇത്രയും കഥകൾ പറഞ്ഞത്. അത് കൊള്ളേണ്ടടുത്ത് കൊള്ളുകയും ചെയ്യും, പറയേണ്ട രീതിക്ക് പറയുകയും ചെയ്ത്. കുറച്ച് കാര്യങ്ങളോട് നമുക്കൊന്ന് കേൾക്കാം. അപ്പൊ ഇതാണ് ഇവരുടെ ഒരു മനോഭാവം. ആരെയാണ് ചവിട്ടിതാക്കാൻ നോക്കുന്നതെന്നും തിരിച്ചറിവില്ല, ഓപ്പോസിറ്റ് വരുന്ന ലോറിയാണെന്നും ബോധമില്ല. ഇതിങ്ങനെ പെരുപ്പിക്കും. അതുകൊണ്ട് തന്നെ പഴയ സഞ്ജയന്റെ പുസ്തകങ്ങളിൽ ഒരു വാക്കുണ്ട്, പൂവ മണ്ടൂകം, പൊട്ടക്കണത്തിലെ തവളാന്ന് നമ്മൾ. കറക്റ്റ്, ഓപ്പോസിറ്റ് വരുന്നത്
ലോറിയാണെന്നും ചവിട്ടിത്താക്കാൻ നോക്കുന്ന തവള ചവിട്ടിത്താക്കാൻ നോക്കുന്ന ആനയാണെന്നും ഉള്ള ഒന്നത് പൊട്ടക്കിണറ്റിലെ തവള എന്ന് പറയുന്നത് സത്യമാണ്. പൊട്ടക്കിണറ്റിലെ തവള കാണിക്കുന്ന മാതിരിയാണ് ഇപ്പോൾ ശൈത്യ കാണിക്കുന്നത്. അത് പറയുന്ന കറക്റ്റാണ്. പൊട്ടക്കിണറ്റിലെ തവള തന്നെയാണ്, അത് കറക്റ്റായിട്ടാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ പേര് എല്ലാവർക്കും ഇപ്പോൾ ശൈത്യയുടെ പേരിൽ എന്തെങ്കിലും പറയാണ്ട് ഒരു ചെറിയൊരു ഭയമുണ്ട് കേട്ടോ. കാര്യം വെച്ചാൽ കേസ് കൊടുക്കും ഇവരൊക്കെ. എന്നില്ലേ കാര്യമുണ്ട് കട്ടപ്പാന്നും പറഞ്ഞെന്ന് പറഞ്ഞ് കുറേ ചാനലുകാരുടെ പേര് കേസ് കൊടുത്തേക്കുവാണ്. ഈ കേസ് കൊടുക്കാൻ പോകുന്നതും ഈ ഇരുന്ന് കരയുന്നതും ഈ ഇരുന്ന് മെഴുകുന്ന എല്ലാം ശൈത്യം തന്നെയുണ്ട്. നമുക്ക് സ്വയം ഒരു തോന്നലാണ് തോറ്റുപോയെന്നുള്ളത്. അത് വെളുപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കിടന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അല്ലേ? അതിനു വേണ്ടിയാണ്. ഇനി കുറച്ച് കാര്യങ്ങളോട് നമുക്കത് കേൾക്കാം. അപ്പുറത്തോട്ട് ചാടും. ആരെന്നറിയോ ഒരാൾ പറഞ്ഞാൽ തവളെ നീ കടലിൽ കെട്ടിട്ടുണ്ടെങ്കിൽ കടലിൽ ഇവരെ കണ്ടിട്ടില്ല. അപ്പൊ ഇവരുടെ ഒരു ധാരണ ഈ കടലിന്റെ ഉള്ളിൽ ഒരു സൈഡ് അടുത്ത സൈഡ് ചാടിയ ചോദ്യമാണ്, ഇത്ര ഉണ്ടോ നിന്റെ കടല്? ഉണ്ടോ എത്ര ഉണ്ടോ നിന്റെ കടല്? കാര്യം ഇവൻ ഈ കടലിന് പുറത്തേക്കുള്ള ലോകം അറിയത്തില്ല. കടൽ എത്ര വലുതാണെന്ന് ഒരു ചിന്തിക്കാനുള്ള ശേഷിയുമില്ല. അപ്പുറത്തുള്ള ആൾക്കാരെ കുറിച്ചും കാണാത്തതിനെ കുറിച്ചും മനസ്സിലാക്കാൻ ബോധമില്ലാത്ത മനുഷ്യരുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിൽ അവർ വിജയിക്കട്ടെ. കറക്റ്റല്ലേ? അഖിൽമാരാർ കണ്ട അത്രയും ലോകം ഒരു പക്ഷേ ശൈത്യം കണ്ടിട്ടുണ്ടായിരിക്കത്തില്ലാണ്. എല്ലാ സിറ്റുവേഷനിലും മനുഷ്യൻ കടന്നു പോയതാണ്. നല്ലതും മോശവും എല്ലാം ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ ശരിക്കും കഷ്ടപ്പാടും കാര്യങ്ങളെല്ലാം. അതുകൊണ്ട് ജീവിതം എന്നത് ശരിക്കും പഠിച്ചൊരു മനുഷ്യനാണ്. ആ മനുഷ്യൻ്റെ അടുത്ത് ഇങ്ങനെ ചൊറിയാൻ ചെന്നല്ല, അംഗീകരിച്ച് കൊടുക്കുകയില്ല. പുള്ളി ഒരു ഇതായിട്ടൊന്നും പറയുന്നില്ല. അനുമോളെ സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ അനുമോൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തത് മൊത്തം കുടുംബ പ്രേക്ഷകരാണ്. അത് നിങ്ങൾ തന്നെയാണ് ആ അവസാന നിമിഷത്തിൽ അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത്. വീണ്ടും ചെന്ന് പ്രശ്നങ്ങളുണ്ടാക്കി അനുമോളെ നിങ്ങളൊക്കെ തന്നെയാണ് ജയിപ്പിച്ചത്. എന്നിട്ട് നിങ്ങളൊക്കെ തന്നെ മറ്റുള്ളവരെ കിടന്ന് പറയുന്നു അവർ PR ഇവർ PR എന്നൊക്കെ. അനുമോൾ അതിനകത്ത് പറയുന്നത്, അനുമോള് എനിക്കൊന്ന് അനുമോളുടെ അച്ഛനോ അമ്മയോ ചേച്ചി ആരാണ്ട് പറഞ്ഞിട്ടുണ്ട് അനുമോളുടെ PR അല്ല അഖിൽമാരാർ തന്നെ പറഞ്ഞു അനുമോളുടെ PR ദൈവമാണ്. സത്യമാണ്. അവസാന നിമിഷത്തിൽ ദൈവമാണ് ഇത് ചെയ്തത്. അല്ലെങ്കിൽ അനീഷിന് കിട്ടേണ്ട ട്രോഫിയാണത്. അത് അനുവിൻ്റെ ഇതിലേക്ക് ജസ്റ്റ് ഇതായിട്ടൊന്ന് തെന്നി മാറിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ അത് ആ ഒരു ശരിക്കും കഷ്ടപ്പെട്ടിട്ട് തന്നെ കിട്ടിയതാണ് അനുവിന്. അല്ലാതെ ശൈത്യ പറയുന്ന പോലെ PR ബലത്തിൽ കിട്ടിയതല്ലത്. ശരിക്കും കഷ്ടപ്പെട്ടിട്ട് തന്നെ കിട്ടിയതാണ്. 1.5 ലക്ഷം രൂപ കയ്യിൽ നിന്ന് പോയി. ഇതൊക്കെ ആദ്യം PR ഇല്ല എന്ന് പറഞ്ഞവരാണ് ഇവരൊക്കെ. അവരൊക്കെയാണ് പിന്നെ 1.5 ലക്ഷം രൂപ PR കൊടുത്ത കഥകൾ പറയുന്നത്. അനുവും കള്ളം പറയുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അനു ശരിക്കും കള്ളങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് ചില കാര്യങ്ങളൊക്കെ കുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്ന കള്ളത്തരം തിരിച്ചു മറിച്ചും എല്ലാം പറയുന്നുണ്ട്. എല്ലാവരും പറയുന്നുണ്ടെന്ന് ഈ കള്ളത്തരങ്ങളൊക്കെ. പക്ഷേ വീണ്ടും വീണ്ടും വേറിലേക്ക് ഇങ്ങനെ സ്വയം കയറി പോകുന്നത് കാണുമ്പോഴത്തേക്ക് ഒരു പെൺകുട്ടിയല്ലേ ഒരു ചെറിയൊരു ഇത് തോന്നാറുണ്ട്. കാര്യം എന്നത്തിനാണ് ഇതൊക്കെ സ്വയം ഒന്ന് ഇതായി നിയന്ത്രിച്ച് നിന്നാൽ ദേഷ്യം വേണം നമുക്ക്. പക്ഷേങ്കിൽ അതൊരു ഇച്ചിരി ഈ ദേഷ്യമാണ് എല്ലാ പ്രശ്നത്തിനും ഇങ്ങോട്ട് ചാടിക്കുന്നത്. ആ ദേഷ്യം ഒരു ഇച്ചിരി നമ്മൾ സ്വയം ഒന്ന് നിയന്ത്രിച്ച് നിർത്താമെന്നുണ്ടെങ്കിൽ നമ്മളുടെ മെക്കിട്ടുകാരൻ ആരും വരികയില്ല. നമ്മൾ ഓരോ അവസരങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. ഒരു ചെറിയ മാക്രി കരഞ്ഞാൽ മാക്രി കരയും, പക്ഷേ ശൈത്യ കരയില്ല. അഖിൽമാരാർ പേടിപ്പിച്ചാൽ മാക്രി കരയും, ശൈത്യ കരയായിരുന്നു. അങ്ങനെ ഒരു വാക്ക് മാത്രം കൂടെ ശൈത്യ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അതിൽ നല്ലൊരു കഥ കേട്ടില്ലേ? ഇല്ലേ? ആ കഥയിലെല്ലാം വ്യക്തമായിട്ടുണ്ട്. പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന തവള, ആനയെ ചവിട്ടിത്താക്കാൻ നോക്കുന്ന മാക്രി, ലോറി തടഞ്ഞെടുത്താൻ നോക്കുന്ന മാക്രി, അതുപോലെ തന്നെ കിണറിൻ്റെ ഇങ്ങേക്കരയിൽ നിന്ന് അങ്ങേക്കരയിലോട്ട് ചാടി വെച്ച് ഇത്രയും വരികയല്ലോ കടൽ. കാര്യം അത്രയും ഒരു ലോകമേ തവളയ്ക്ക് അറിയത്തുള്ളൂ. ആ കിണറ്റിനകത്തെ അത്രയും കാര്യങ്ങളെ അറിയത്തുള്ളൂ. കടൽ കണ്ടിട്ടില്ല ഈ തവള. പക്ഷെങ്കിൽ ആ തവള കടൽ കാണാതെ കൂടെ ഉള്ളോട്ട് ചോദിക്കുന്നത് ഇത്രയും വരുമോ നിൻ്റെ കടൽ എന്ന് ചോദിക്കുന്നത്. അവർക്ക് ഇത്രയുമാണ് വലിയൊരു ലോകം, പക്ഷെ ഇതിനേക്കാൾ വലുതാണ് കടലെന്നുള്ളത് അവർക്കറിയില്ല. അതാണ് ശൈത്യയോട് പറഞ്ഞത്. അഖിൽമാരാർ ചെറിയൊരു വ്യക്തിയല്ല, അത് വലിയൊരു കടലാണ്. അപ്പം ഞാൻ അഖിൽമാരാർ PR ഇനി അങ്ങനെയൊന്നും പറഞ്ഞാലും വരണ്ട കേട്ടോ. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാം. സ്വയം ചോദിച്ച് മേടിക്കുന്നതാണ് ഇതൊക്കെ. അല്ലാതെ ആരും ഇതാക്കി പറയുന്നതല്ല, താഴ്ത്തി കെട്ടുന്നതല്ല, സ്വയം ചോദിച്ച് മേടിക്കുന്നതാണ്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ശരിക്കും ചോദിച്ച് വീണ്ടും വീണ്ടും മേടിച്ചാണ്. അതിന് മറ്റുള്ളവർ ഈ ആരാൻ്റെ അമ്മയ്ക്ക് പ്രാന്ത് വന്നാൽ കാണാൻ നല്ല രസമെന്നുള്ള പറച്ചിലുണ്ട്. ശൈത്യയോട് മറ്റുള്ളവർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ശൈത്യം എടുത്തിട്ട് ശൈത്യനെ കളിയാക്കും. അത് കണ്ടു രസിക്കുന്നവരായിരിക്കും മറ്റുള്ളവരല്ല. സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കുക, സ്വയം ഒന്ന് നിയന്ത്രിച്ച് നോക്കുക. ഒരിക്കലും ഇങ്ങനെയുള്ള ഈ കോമാളിയാകാതിരിക്കുക. ഒന്നും അല്ലെങ്കിലും ഇത്ര വിദ്യാഭ്യാസമുണ്ട്, ഒരു വക്കീലാണ്, ഒരു ജോലിയുണ്ട്, ഇല്ലേ? ഇത്രയൊക്കെ കാര്യങ്ങളുണ്ട്. ഇതിന് വേറൊരു കാര്യം കൂടെ പറയട്ടെ. അനു ഇത്രയും ദിവസമായിട്ട് അനുവിനോട് ഓരോരുത്തരും പറയുന്നുണ്ട് ആദില ചെയ്തത്, നൂറ ചെയ്തത്, ശൈത്യ ചെയ്തത്, ഇങ്ങനെ ഓരോരുത്തർ അക്ബർ ചെയ്തത്, ഇതെല്ലാം പറയാം. അനു പറയുന്ന ഒറ്റ വാക്ക് എന്നാ പറയുക, ഗെയിമാണ്.
അതവിടെ തീർന്നു. ഗെയിമാണ്, അവിടെ തീർന്നു. ഇങ്ങനെയുള്ള പറച്ചിലേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ കണ്ടത് അയ്യോ ഞാൻ ഒത്തിരി അനുഭവിച്ചു, അല്ലെ അങ്ങനെ ഇങ്ങനെയാണ്, വേറെ അങ്ങനെ ഭയങ്കരയാണ്, അയ്യോ ശൈത്യം ഇങ്ങനെയാണ്, ഇങ്ങനൊരു വാക്ക് പറയുന്നില്ല. ഗെയിമാണ്, അവിടെ തീർന്നു. ഇവരെയൊക്കെ വിളിച്ചോന്ന് ചോദിക്കുമ്പോഴും പറയുന്നതിന് അവരുടെ നമ്പർ എൻ്റെ കയ്യിലില്ല. അല്ലെങ്കിൽ പറയാലോ എന്നതിന് ഇവരെയൊക്കെ വിളിക്കുന്നത്, എന്നോട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയത് ഇവരൊക്കെയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അങ്ങനെയല്ല ഇപ്പോഴും പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് അനുവിന് ആ ട്രോഫി കിട്ടാൻ അവകാശമുണ്ട്. ഇങ്ങനെ മറ്റൊരാളെ അടിച്ച് താറടിച്ച് സംസാരിക്കുന്നേ ഇല്ല അനു. ഇപ്പോഴും നല്ല ഇതായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പം ശൈത്യ ഒരു മാക്രി പറഞ്ഞു, അഖിൽമാരത് മാക്രി കഥയാക്കി ഇല്ലേ. ഇപ്പം ശരിക്കും മിക്കവരും ഇതിനത്രയും കണ്ട് കമൻറ്റ് കണ്ടു, ബഹിരാകാശത്ത് വരെ ചെന്നെന്ന് ശൈത്യ ഇല്ലേ. ബഹിരാകാശത്ത് ചെന്നില്ലേ, ഇപ്പം നിലത്ത് നിൽക്കാൻ പറ്റുന്നുണ്ടോ? ഇനി അഖിൽമാരാർ പറഞ്ഞതിന് ബാക്കിയായിട്ട് ഇനി ശൈത്യ പറഞ്ഞിട്ട് വരുമോയെന്ന് എനിക്കറിയില്ല. വന്നാൽ വീണ്ടും അടുത്തതായിട്ട് പിന്നെയും വരും. അപ്പം നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അഖിൽമാരാർ റിപ്ലൈ എനിക്കൊന്ന് ഇതിനകത്ത് കാണിക്കണമെന്നുണ്ടായിരുന്നു, അതൊന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണ്. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ബിഗ് ബോസ് കഴിഞ്ഞു, എന്നിട്ടും അതിൻ്റെ കഥകൾ പറച്ചിൽ തീർന്നിട്ടില്ല അല്ലേ.